ആദ്യമായി തന്നെ ഈ സ്കൂളിൻ്റെ 50-ാം വർഷത്തിൽ ഇങ്ങനൊരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് അവസരമൊരുക്കിയ സർവേശ്വരനും എന്നെ ഈ സെൻ്റ് ആൻസൺ വിദ്യാലയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ, എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കൾക്കും എന്നെ ഞാനാക്കിയ എൻ്റെ ഗുരുക്കന്മാർക്കും നന്ദി അർപ്പിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഒരു വേദിയിൽ വന്ന് നന്ദി പറയുമ്പോൾ ആദ്യം വേദിയിലിരിക്കുന്നവർക്കല്ലേ നന്ദി. ഈ വേദി വന്ന് നിൽക്കാൻ സഹായിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ 3 പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം നന്ദി പറഞ്ഞ് വേണം നമ്മൾ തുടങ്ങാൻ. ഞാനും ശരത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PTA എക്സിക്യൂട്ടീവ് അംഗമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഈ അലുമിനി അസോസിയേഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒത്തുചേർന്നത്. എനിക്ക് വ്യക്തിപരമായി ശരത്തിനെ അറിയില്ല, ശരത്തിന് വ്യക്തിപരമായി എന്നെ അറിയില്ല. എക്സിക്യൂട്ടീവ് യോഗങ്ങൾ കൂടുമ്പോൾ കണ്ടുള്ള പരിചയവും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കുറച്ച് പേര് മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ അഡ്മിനായി വന്നു. എനിക്ക് തോന്നുന്നു 1280 പേരോളം ഉള്ളപ്പോഴാണ് ഞങ്ങൾ അഡ്മിനായി വരുന്നത്. ഇന്ന് 2 ഗ്രൂപ്പുമായി 1200-ലധികം നമ്മുടെ അലുമിനി സംഘടന മെമ്പർമാരാണ്. പക്ഷെ എല്ലാവർക്കും കൂടെ എത്താൻ സാധിച്ചിട്ടില്ല. പല കാരണങ്ങളുകൊണ്ടും പെട്ടെന്നുള്ള ഒരു പ്ലാനിങ്ങുകൊണ്ടും എല്ലാവരിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ പലരും ഇതിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വളരെ രാത്രിയും വൈകിയും ഇന്നലെ തന്നെ ഇവിടുന്ന് പോകുന്ന ഏകദേശം 12 മണിയായി. അതിന് മുന്നത്തെ ദിവസം 12 മണിയോളമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായി ഞങ്ങൾ വീടുകളിലെത്തുമ്പോൾ 1:30 മണി 2 മണിയാവും. പിറ്റേ ദിവസം രാവിലെ 4 മണിയായിട്ട് എല്ലാത്തിനും ഒപ്പം കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. ആ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇന്ന് ഈ ഒരു ഈവൻ്റ് ഇത്രയും ഭംഗിയായി ഇവിടെ ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ശരിക്കും ഉദ്ഘാടകനായി ഞങ്ങൾ പലരെയും ആദ്യമേ നോക്കി ശ്രീ സന്തോഷ് കുളങ്ങരെയാണ് ഞങ്ങൾ ആദ്യം സമീപിച്ചത്. പുള്ളി ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചത്. പിന്നെ പലരെയും പല വിശിഷ്ട വ്യക്തികളെയും നോക്കി അവസാനം ഞങ്ങൾ എറണാകുളം MLA ശ്രീ PJ വിനോദ അവരെ വിളിക്കുകയായിരുന്നു. ഏറെ തിരക്കുകളുണ്ടായിട്ടും അദ്ദേഹം ഇന്നലെ രാത്രി 11:30 മണിക്കാണ് നിയമസഭ കഴിഞ്ഞ് ഇവിടെ എറണാകുളത്ത് എത്തിയത്. രാത്രി 11 മണിക്ക് എന്നെ വിളിച്ചു. എനിക്ക് 10 മണിക്ക് തുടങ്ങുന്നത് എനിക്ക് 11 മണിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം എറണാകുളത്തുള്ളതാണ്. എന്നെ പെട്ടെന്ന് വിടണം. ഞാൻ പറഞ്ഞു, ചേട്ടാ 10 മണിക്ക് എന്തായാലും തുടങ്ങും. എന്നാലും നമ്മൾ കുറച്ച് വൈകി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ തിരക്കിൽ നിന്നുകൊണ്ടും അദ്ദേഹം ശരിക്കും നമ്മളുടെ MLA അല്ല, എറണാകുളം നിയോജക മണ്ഡലത്തിലെ MLA ആണ്. പക്ഷെ പുറത്തുനിന്നൊരു മണ്ഡലത്തിലെ പരിപാടിക്ക് വിളിച്ചിട്ട് പോലും നമ്മളോടുള്ള ആ സ്നേഹം കൊണ്ട് തന്നെ നമ്മളോട് ഈ ഹെറിറ്റേജ് കണക്ട് എന്ന ഈ അലുമിനി അസോസിയേഷൻ്റെ ഉദ്ഘാടകനായി വിളിക്കുകയും നല്ലൊരു സന്ദേശം നൽകിക്കൊണ്ട് ഈ ഹെറിറ്റേജ് കണക്ട് അലുമിനി അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്ത എറണാകുളത്തിൻ്റെ പ്രിയ MLAക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി ആദ്യമായി തന്നെ ഞാൻ അർപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് ഈ വേദിയിൽ എനിക്ക് സുപരിചിതയല്ല, കാരണം ഞാൻ സിസ്റ്റർ ടെസ്സിയെ കാണുന്നത്. കാരണം എൻ്റെ കൊച്ചുകൂടെ പഠിക്കണ ഒരു കാരണം കൊണ്ടാണ് കൂടുതൽ നമ്മൾ വീണ്ടും ഈ ഒരു സ്കൂളിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു 2-3 ഡേയ്സിലേക്കാണ് തോന്നുന്നു ഞങ്ങൾ നമ്മുടെ പ്രിൻസിപ്പൾ സിസ്റ്റർ ഡോക്ടർ സൂസി ചോളങ്കേരി കോൺടാക്ട് ചെയ്തത്. ആ ലാസ്റ്റ് മൂമെൻറ്റിലായാലും നമ്മളോടൊപ്പം ഇവിടെ ആയിച്ചേർന്നുകൊണ്ട് നല്ലൊരു സന്ദേശം നൽകി നമ്മളോടുകൂടെ ആയിരിക്കുവാനും ഈ അസോസിയേഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന സിസ്റ്റർ ടെസി ടോമിന് എൻ്റെ വ്യക്തിപരമായ നിങ്ങളുടെ പേരിലുള്ള നന്ദി ഞാൻ അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ ക്രിസ്മസാണ്. പ്രിൻസിപ്പൽ എന്നൊക്കെ ഇപ്പോൾ വന്നു ചേർന്ന പേരാണ്. പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് സിസ്റ്റർ ആനി ടച്ചിൻ്റെ ഫുള്ളേ പോലും നമ്മൾ പറയാറില്ല. കാരണം സിസ്റ്റർ ആനി പറയാറുള്ളൂ. കാരണം
അത്രയും നമ്മൾ വിദ്യാർത്ഥികളുമായി നമ്മുടെ സമൂഹമായി ടീച്ചേഴ്സുമായി അഗാധമായ ഒരു ബന്ധം നിലനിർത്തി പോന്നുകൊണ്ടിരുന്ന ഒരു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു നമ്മുടെ സിസ്റ്റർ ആനി. ഇന്ന് ഈ സിസ്റ്റർ വികാർ പ്രൊവിൻഷ്യലായി കളമശ്ശേരി കോൺവെന്റിലാണുള്ളത്. ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ നമ്മളോടൊപ്പം ആയിച്ചേരുവാനും നല്ലൊരു സന്ദേശം നൽകുവാനും സിസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നു. സിസ്റ്ററിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഈ ഒരു 50-ാം വർഷത്തിൽ, സെന്റ് ആൻസിന്റെ 50 വർഷത്തിൽ ഇങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിക്കണം. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യണം. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഈ ഒരു അധ്യയന വർഷം അവസാനിക്കുമ്പോൾ ഈ ജൂബിലിയുടെ ഒരു ആനുവൽ ഡേ കൺക്ലൂഷനുമായിട്ടുള്ള പ്രോഗ്രാം ഒരു വലിയ രീതിയിലായി നടത്തണം എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ PTA ഫസ്റ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയും PTA അംഗങ്ങളോടും അതോടൊപ്പം ഇവിടുത്തെ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടും എല്ലാം കാര്യങ്ങൾ വിശദീകരിക്കുകയും നമ്മളോടൊപ്പം ആയതുകൊണ്ട് ഈ അലുമിനി അസോസിയേഷൻ ഏറ്റവും ഭംഗിയാക്കുവാൻ സഹായിച്ച പ്രസന്റ്ലി ഇവിടുത്തെ സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ സൂസി ചോളമേരിക്ക് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അർപ്പിക്കുന്നു. നമുക്കറിയാം, ജനപ്രതിനിധികൾ എല്ലാ വിദ്യാലയത്തിലെയും അത് മാത്രമല്ല എല്ലാ